നമ്മൾ ഇച്ചൂസിൻ്റെ സ്കൂളിൽ ആനുവൽ ഡേ ആണ് കേട്ടോ. ആനുവൽ ഡേ പ്രമാണിച്ച് ഇച്ചൂസിൻ്റെ സ്കൂളിൽ നിൽക്കുവാണ്. ഉച്ച കഴിഞ്ഞ് 3 മണിയോടുകൂടി നമ്മുടെ ആനുവൽ ഡേ പ്രോഗ്രാംസ് എല്ലാം സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഇപ്രാവശ്യത്തെ ആനുവൽ ഡേ പ്രോഗ്രാമിൻ്റെ പേരെന്താണെന്നല്ലേ, ഗോൾഡൻ സ്മൈൽസ് 2025. അപ്പോൾ ഗോൾഡൻ സ്മൈൽസിൻ്റെ ഉദ്ഘാടനം വന്ന് നമ്മുടെ സ്വന്തം മമ്മൂക്കയുടെ അനിയനായ ഇബ്രാഹിംകുട്ടി സാറാണ് നിർവഹിച്ചത്. അതുപോലെ തന്നെ വേറൊരു ഇനാഗ്രേഷനും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. ബ്രിട്ടീഷ് ലേണിംഗ് പ്രോഗ്രാമിൻ്റെ ഇനാഗ്രേഷനാണ് നടന്നത്. അത് വന്ന് വിൻസ് എഡ്യൂക്കേഷൻ ഫൗണ്ടേഷനിലെ CEO ജെയിംസ് ടി ചാക്കോയാണ് ഇനാഗ്രേഷൻ നടത്തിയത്. ഉദ്ഘാടനത്തിന് മുമ്പായിട്ട് വെൽക്കം ഡാൻസ് ആയിരുന്നു കേട്ടോ. അപ്പം വെൽക്കം ഡാൻസ് അറിയാമല്ലോ, ഓരോ ഡിവിഷനൊന്നും ഓരോ ഡാൻസ് ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. കുഞ്ഞു പിള്ളേരുടെ ഡാൻസുകളല്ലേ, അതെല്ലാം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. ഇനി വന്ന് LKGയുടെ ക്ലാസ് ഡാൻസ് ആണ്. നമ്മുടെ ഇച്ചൂസിനെ ഇതിൽ തപ്പണ്ട. ഇച്ചൂസ് ഇതോ ബാക്കിൽ ഫ്രണ്ട് സെക്ഷനിൽ ഇല്ല, ബാക്ക് സെക്ഷനിൽ ആ നീല ടീഷർട്ട് ഇട്ട് കളിക്കുകയാണ് പുള്ളിക്കാരൻ. ഡിങ്കിരി 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 പട്ടാളം ഉണ്ടല്ലോ, ആ പാട്ട് തന്നെയാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഗസ്റ്റ് എല്ലാം വന്നു. പിന്നെ ദീപം തെളിയിക്കുന്നു, പിന്നെ അവരുടെ കുറച്ച് സംസാരം. അതിനുശേഷം UKG കുട്ടികൾ മൂവിങ് അപ്പ് സെറമണിയാണ് നടക്കുന്നത്. അതെന്ന് പറഞ്ഞാൽ എന്താ, UKGയിൽ നിന്ന് നമ്മുടെ 1 പോകുന്ന പ്രോസസ്സിനെയാണ് മൂവിങ് അപ്പ് സെറമണി എന്നുണ്ട് ഇപ്പം നമ്മൾ ആഡംബരപൂർവ്വം വിളിക്കുന്നത്. പണ്ട് ഈ പ്രോസസ്സൊന്നും ഇല്ലായിരുന്നു. നമ്മൾ ജയിക്കുകയോ അടുത്ത ഡിവിഷനിലോട്ട് കയറിപ്പോയ്ക്കോ, അത്ര തന്നെയാണ്. അതിനുശേഷം പുൽക്കൂട് നിർമ്മാണത്തിൻ്റെയും മലയാളി മംഗ കോമ്പറ്റീഷൻ്റെയൊക്കെ അവാർഡ്സ് കൊടുക്കുകയാണ് ചെയ്തത്. Third prize, Alhan's mother Luxana and Afran's mother Nadia. Guru's mother Krishna Priya. Second prize, Vasudev's mother Vidya. Third prize, Amalika's mother Kavya. പിന്നെ ഗസ്റ്റിനെ ആദരിക്കൽ ചടങ്ങായിരുന്നു. അതിനുശേഷം വിൻസ് എഡ്യൂക്കേഷൻ ഫൗണ്ടേഷനും നമ്മുടെ സ്കൂളുമായിട്ടുള്ള ടൈപ്പിൻ്റെ ഇനാഗ്രേഷനാണ്. ഈ സർട്ടിഫിക്കറ്റ് കൊടുത്ത് ഇനാഗ്രേറ്റ് ചെയ്യുന്നത്. പിന്നെ ഒരു മെജീഷ്യൻ ഉണ്ടായിരുന്നു, പറയാൻ മറന്നു. ഉറക്കം വന്ന കുട്ടികളുടെ എല്ലാം ഉറക്കം പോയത് ആ മെജീഷ്യൻ കാരണമാണ്. കാരണം കുട്ടികൾക്ക് പ്രസംഗമൊന്നും വലിയ താല്പര്യമുള്ള കേസല്ലല്ലോ. അതിനുശേഷം ഈ പ്രസംഗം എല്ലാം കഴിഞ്ഞതിന് ശേഷം പഴയതുപോലെ നമ്മുടെ ഡാൻസൊക്കെ തുടങ്ങി. ഇനി നമുക്ക് സ്നാക്സ് കോർണറിലോട്ട് പോകാം. സ്നാക്സ് കോർണറിൽ പാരൻസിൻ്റെ കുട്ടികളുടെ ഒരു ബഹളം തന്നെയായിരുന്നു. കാരണം നല്ല ചൂടല്ലേ. അപ്പോൾ ഈ ചൂടത്ത് നമുക്കൊന്ന് തണുക്കാനായിട്ട് നല്ല ഐസ്ക്രീം ഉണ്ടായിരുന്നു. കുട്ടികൾ പിന്നെ ഐസ്ക്രീം കണ്ടാൽ വിടുമോ? ഇല്ലല്ലോ. പാരൻസിനെ ഒന്നും ഓഡിറ്റോറിയത്തിൻ്റെ അകത്ത് ഇരിക്കാൻ തന്നെ സമ്മതിക്കുന്നില്ല. നമുക്ക് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞൊരു ബഹളം തന്നെയായിരുന്നു. ഐസ്ക്രീം, മോജിറ്റോ, ലൈം ജ്യൂസ്, അങ്ങനെ എന്തോ പറയുന്നത്, ഡ്രിങ്ക്സ് തന്നെ പല വെറൈറ്റീസ് ഓഫ് ഡ്രിങ്ക്സ് ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ ചായ, കട്ടൻ, പഴംപൊരി, ബജി, അങ്ങനെ എല്ലാം ചൂടത്ത് കുറച്ചുകൂടെ ഒന്ന് ചൂടാക്കാനാണെങ്കിൽ കട്ടൻ യൂസ് ചെയ്യുക, തണുക്കണമെങ്കിൽ നമുക്ക് ഐസ്ക്രീംസ് യൂസ് ചെയ്യുക, അങ്ങനെ വേണ്ട പലതും ഉണ്ടായിരുന്നു. പിന്നെ ഇത് നമ്മുടെ ഇച്ചൂസ് അറിയാമല്ലോ, അവന് പിന്നെ ഇരുന്ന് ശീലമല്ലല്ലോ, അവർ കഥ അടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ്. പിന്നെ അതിനുശേഷം എന്താണ്, പിന്നെ നമ്മുടെ ഡാൻസ് തുടങ്ങി. നമുക്ക് പിന്നെ ഡാൻസ്, എനിക്ക് കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ ഉള്ളത് കൊണ്ട് എനിക്ക് ഈ ഡാൻസിൻ്റെ ഒന്നും ഒറിജിനൽ മ്യൂസിക് അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തതും ഞാൻ വേറെ മ്യൂസിക്കുകൾ അപ്ലോഡ് ചെയ്യുന്നതും. അപ്പോൾ ഇപ്പം നടക്കുന്ന ഫാൻസി ഡ്രസ്സാണ് കേട്ടോ. അതിനുശേഷം കൊടുക്കാനുള്ള ട്രോഫീസായി ഈ നിരനിരയായിട്ട് അടുക്കി വെച്ചേക്കുന്നത്. അതെല്ലാം പോട്ടെ, ഇനിയാണ് പാരൻസ് ഡാൻസ് വരുന്നത്. അങ്ങനെ കുറേ നാളിന് ശേഷം നമ്മൾ ഡാൻസ് കളിച്ചു കേട്ടോ. എന്തായാലും അടിപൊളിയായിരുന്നു, അടിപൊളി വൈബായിരുന്നു. ഈ ഒരു പാരൻസ് ഡാൻസോട് കൂടി നമുക്ക് എന്താ പറയുന്നത്, ഒരേ വൈബുള്ള കുറച്ച് ഫ്രണ്ട്സിനെയൊക്കെ. ഞാൻ വലിയ ഡാൻസറൊന്നും അല്ല കേട്ടോ, ഞാൻ കളിച്ചിട്ടുമില്ല. പിന്നെ എങ്ങനെയൊക്കെയോ അങ്ങ് കളിച്ചു, അത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. എന്തായാലും നമ്മൾ പഴയകാല ഓർമ്മയിലോട്ട് കുറച്ച് ദിവസം സഞ്ചരിച്ചു എന്ന് വേണം പറയാൻ. അങ്ങനെ പിന്നെയും നമ്മുടെ കുട്ടികളുടെ ഡാൻസുകൾ തുടങ്ങി.
ടീച്ചേഴ്സ് പ്രൈസ് കിട്ടിയ സന്തോഷത്തിൽ ഭയങ്കര സന്തോഷത്തോടെ ഓടിച്ചാടി വരികയാണ് കേട്ടോ. അങ്ങനെ ഇപ്രാവശ്യത്തെ വിന്നേഴ്സിനെല്ലാം പ്രൈസ് കൊടുക്കുന്ന മൊമെൻ്റാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ എന്താ രാത്രി ഫുഡൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇതിനിടയിൽ, അതൊക്കെ ഞാൻ എടുക്കാൻ വിട്ടുപോയതാണ്. പൊറോട്ട, ചിക്കൻ കറി, ദെൻ പത്തിരി. അപ്പോൾ നൈറ്റ് ഫുഡ് ഉണ്ടായിരുന്നു, പാരൻസിനും സ്റ്റുഡൻസിനും എല്ലാം ഉണ്ടായിരുന്നു. സത്യം പറയട്ടല്ലോ, കുറേ ദിവസം കൊണ്ട് ഞങ്ങളെല്ലാവരും ആനുവൽ ഡേ ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു. ആനുവൽ ഡേ ഇന്ന് വരും, നാളെ വരും, നാളെ വരും എന്നുള്ളത്. അപ്പോൾ ആ ദിവസം എത്തി. അടിപൊളിയായിരുന്നു എന്ന് പറഞ്ഞാൽ സൂപ്പർബായിരുന്നു. ഇത്രയും സൂപ്പർബാവുമെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല. ദിവസം പോയത് തന്നെ ഞങ്ങൾ അറിഞ്ഞില്ല കേട്ടോ. ഒട്ടും ക്ഷീണവും ഒരു കുഴപ്പമില്ലായിരുന്നു. എന്താ പറയുക, അടിപൊളിയായിരുന്നു എന്ന് വെച്ചാൽ അടിപൊളിയായിരുന്നു. അതല്ലാതെ ഞങ്ങൾക്ക് വേറെ ഒന്നും പറയാനില്ല. വളരെ കുറച്ച് കുട്ടികളെ സ്കൂളിലുള്ളൂ എങ്കിൽ കൂടിയും 3 മണി തൊട്ട് 10:30 വരെ എല്ലാ വലിയ സ്കൂളും നടത്തുന്നത് പോലെ തന്നെ നമ്മുടെ സ്കൂളും ആനുവൽ ഡേ പ്രോഗ്രാം നടത്തി. അത് മികച്ച രീതിയിൽ തന്നെ നടത്തി എന്ന് വേണം പറയാനുള്ളത്. എന്തിനാണാവോ എനിക്കിത്ര സന്തോഷമൊന്നും. സന്തോഷം കാരണമുണ്ട്, ഞങ്ങളെല്ലാം അതിൻ്റെ ഭാഗമായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാം എന്തോ പറയുന്നത്, ഞങ്ങളുടെ ഒരു സെലിബ്രേഷൻ പോലെയാണ് ഞങ്ങൾ ആനുവൽ ഡേ കൊണ്ടാടിയത് കേട്ടോ. അതുകൊണ്ടാണ് ഈ സന്തോഷം. ഇനി നിങ്ങളുടെ അഭിപ്രായമൊക്കെ പറയും ഞങ്ങളുടെ ആനുവൽ ഡേ എങ്ങനെയുണ്ടെന്നൊക്കെ ഉള്ളത്. അപ്പോൾ എന്തായാലും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്തേക്കണേ. എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.